ഹായ് സ്റ്റുഡൻസ്, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഓണം എക്സാം, ക്രിസ്മസ് എക്സാം എല്ലാത്തിനും ഷുവറായിട്ട് ചോദിക്കുന്ന ഡെറിവേഷൻസും ഉണ്ട്, തിയറിയും ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം നമുക്ക് നോൺ പോളാർ മോളിക്യൂൾസ് ആണ് പഠിക്കാനുള്ളത്. അതും നോൺ പോളാറും പോളാറും അതിൻ്റെ ചിലപ്പം ഡിഫറൻസ് ചോദിക്കും. അപ്പോൾ രണ്ടെണ്ണമെങ്കിലും എഴുതണം. ഫസ്റ്റ്, സെൻറ്റർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. അത് നോൺ പോളാർ വരുന്നത്. പോളാറിൽ വരുന്നത് സെൻറ്റർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡസ് നോട്ട് കോയിൻസിഡൈൻസ്. നോൺ പോളാറിലെ അടുത്ത പോയിന്റ്, ഡൈപോൾ മൂവ്മെൻറ്റ് ഈസ് സീറോ ഇൻ ദി ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. മറ്റേ പോളാർ മോളിക്യൂൾസിൽ പെർമനൻറ്റ് ഡൈപോൾ മൂവ്മെൻറ്റ് ഈവൻ ഇൻ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡിൽ. അതിൽ എക്സാമ്പിൾ വരുന്നത് ഹൈഡ്രജൻ ആണ്. ഇവിടെ നോൺ പോളാറിൽ എക്സാമ്പിൾ വരുന്നത് മെഥീനും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡുമാണ് വരുന്നത്. അടുത്ത ചെറിയൊരു ഡെറിവേഷനാണ് വരുന്നത് 12. അതിൽ ചോദ്യം ഇങ്ങനെ ആയിരിക്കും വരിക: ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അലോൺ ദി ആക്സിയൽ ലൈൻ. ഇത് ആക്സിയൽ ലൈൻ്റെ ഡെറിവേഷനാണ്. പിന്നെ അടുത്തത് ഇക്വറ്റോറിയൽ ലൈൻ. കൂടുതലും ആക്സിയൽ ലൈനാണ് വരുന്നത് റിപ്പീറ്റഡ് ആയിട്ട്. പക്ഷേ കഴിഞ്ഞ ബോർഡ് എക്സാമിന് ഇത് രണ്ടും ചോദിച്ചില്ല. അപ്പോൾ ഇപ്പോൾ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ മിക്കവാറും ഇക്വറ്റോറിയലായിരിക്കും വരാൻ ചാൻസ്. അപ്പോൾ പഠിക്കണം. ഇത് ഭയങ്കര ഷോർട്ടായിട്ടുള്ള മെത്തേഡാണ്. ഇത് ഇത്ര എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ചില സ്കൂളിലെല്ലാം ഒരു പേജ് ഡെറിവേഷൻ കൊടുക്കുന്നുണ്ട് ഈ ആക്സിയൽ ലൈൻ്റെയും ഇക്വറ്റോറിയൽ ലൈൻ്റെയും. അത്രയൊന്നും വേണ്ട ഇത് മാർക്ക് ഇടുന്നത്. ഇപ്പോൾ ഈ ഡയഗ്രാം വരയ്ക്കുന്നതിന് 1 മാർക്ക്, ഈ ഫസ്റ്റ് ഈ ഇക്വേഷൻ എഴുതുന്ന അര മാർക്ക് അങ്ങനെയാണ് മാർക്കിന് ഇത് വരിക. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് എഴുതിയാൽ മതി. കൂടുതൽ വലിച്ചു വാരി എഴുതേണ്ട. ഇത്ര ഷോർട്ടാക്കി തരുന്ന ഇതാണ് നോട്ട്. വേണ്ടവർ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡെറിവേഷനിലേക്ക് പോകാം. അത് നമ്മൾ പ്ലസ് ചാർജും നെഗറ്റീവ് ചാർജും വരയ്ക്കുക ലൈന്. അതിൽ എ മാർക്ക് ചെയ്യുക, അടുത്തതിൽ എ മാർക്ക് ചെയ്യുക. പിന്നെ ഇപ്പുറത്തേക്ക് വരുന്ന ചെറിയ ഡിസ്റ്റൻസ് പി. ഇവിടം തൊട്ട് ഇവിടം വരെ ആർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കൊടുക്കുക. പിന്നെ നമ്മൾ എഴുതാൻ പോകുന്ന കോൺസ്റ്റൻ്റാണ് ഇ പ്ലസ് ക്യൂ ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ ബ്രാക്കറ്റിൽ ആർ മൈനസ് എ ഹോൾ സ്ക്വയർ. അത്രേ എഴുതുന്നുള്ളൂ. ഈ ഒരു ഇതിന് അര മാർക്കായി, ഇതിന് 1 മാർക്കായി, 1.5 മാർക്ക് ഇങ്ങനെ തന്നെയായി. പിന്നെ അടുത്തത് ഈ നെഗറ്റീവ് ചാർജ് ഈക്വൽ ടു 1/4πε0 ക്യൂ ഡിവൈഡ് ബൈ ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ. ഇനി അടുത്തത് ഇ ഈക്വൽ ടു 1/4πε0 ക്യൂ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്യൂ ഡിവൈഡ് ബൈ ആർ മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് ക്യൂ ബൈ ബ്രാക്കറ്റിൽ ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ഫൈനൽ ഇക്വേഷൻ എഴുതുക. ഇ ഈക്വൽ ടു 1/4πε0 ക്യൂ പി ആർ ക്യൂബ്. അത്ര എഴുതണ്ടുള്ളൂ, ഒത്തിരി വാരി വലിച്ച് എഴുതണ്ട. അടുത്ത ഇക്വറ്റോറിയൽ ലൈനിലേക്ക് പോകാം. ഇക്വറ്റോറിയൽ ലൈൻ, ഇലക്ട്രിക് ഫീൽഡ് അലോൺ ദി ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് എ ഡൈപോൾ. അത് നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുക, ഫിഗർ ഡയഗ്രാം വരയ്ക്കണം. പ്ലസ് ക്യൂ വരയ്ക്കുക, നെഗറ്റീവ് ക്യൂ വരയ്ക്കുക, ഡിസ്റ്റൻസ് എ ആർ കൊടുക്കുക. പിന്നെ ഇവിടെയാണ് നമ്മുടെ മെയിൻ സംഭവം വരുന്നത്. ആദ്യം ഒരു വര വരയ്ക്കുക, ഇ പ്ലസ് ക്യൂ, നേരെ ഇ, താഴേക്ക് ഇ മൈനസ് ക്യൂ, പി റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇക്വേഷൻ കൊടുക്കണം. ഇ പ്ലസ് ക്യൂ ഈക്വൽ ടു 1/4πε0 ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇനി അടുത്തത് ഇ മൈനസ് ക്യൂ ഈക്വൽ ടു 1/4πε0 ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഈ രണ്ടെണ്ണം എഴുതിയാൽ മതി. ഇതിന് 1 മാർക്ക്, ഇപ്പോൾ 1 മാർക്കായി. പിന്നെ ഇത്ര എഴുതുന്നതിന് 1 മാർക്ക്. ഇത്രേ ഉള്ളൂ. ഇ ഈക്വൽ ടു ക്യൂ ഇ 2e പ്ലസ് ക്യൂ കോസ് സ്ക്വയർ. കോസ് സ്ക്വയർ പറയുന്നത് എ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഹാഫ്, പകുതി. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ വരുന്നത് ഇ ഈക്വൽ ടു 1/4πε0 പി ആർ ക്യൂബ്. ഇവിടെ 2 ഉണ്ട്, ഇവിടെ വെറും പി. ഇത്ര ഓർക്കൊണ്ടു, സിമ്പിളാണ്. ഇനി അടുത്ത മെയിൻ തിയറിയിലേക്കാണ് പോകുന്നത്. ഗോസസ് ലോ എന്ന് പറയും. എല്ലാ എക്സാമിനും ഗോസസ് ലോ ഉണ്ടാവും. ഗോസസ് ലോ ഇല്ലാത്ത ചോദ്യപേപ്പറേ ഇല്ല. ഗോസസ് ലോയ്ക്ക് വരുന്നതിന് ചെറിയൊരു ടോപ്പിക് പഠിക്കാനുണ്ട്. ടോർക്ക് ആക്ടിങ് ഓൺ എ ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഫിഗർ വരയ്ക്കണമെന്നില്ല, വേണ്ട, അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ടോർക്ക് ഈക്വൽ ടു, ഫിഗർ നോട്ട് ചെയ്യണേ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അയച്ചുതരാം, എല്ലാവരും ചെക്ക് ചെയ്യുക. ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് എന്ന് വെച്ചാൽ ക്യൂ ഇൻറ്റു ഇ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുന്നത് 2a sin തീറ്റ. ടോർക്ക് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. ഈ 2a എന്ന് പറയുന്നത് നമ്മൾ
അപ്പുറത്ത് മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. 2QA 2AQ എന്താ? ഓർമ്മയുള്ളവർ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ 2AQവിനെ നമ്മൾ പി ആക്കി. പി എന്ന് പറയുന്ന മൂവ്മെൻറ്റ്, ടോർക്ക് ഈക്വൽ ടു പി ഇൻറ്റു ഇ. അതാണ് നമ്മുടെ ഇക്വേഷൻ. അടുത്ത ഗോസസ് ലോയിലേക്ക് വരുവാണ്. സ്റ്റേറ്റ് ഗോസസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അടുത്ത 4ാമത്തെ ചാപ്റ്ററിൽ ഇതുപോലത്തെ സാധനം വരാനുണ്ട്. അപ്പോൾ ചോദ്യം മാറിപ്പോണ്ട ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. The total electric flux through a closed surface is equal to 1/epsilon 0 times the total charge enclosed by this surface. Phi equal to VQ/epsilon 0. അതാണ് നമ്മൾ വരുന്നത്. ഇതും പഠിച്ചു വെക്കണം കേട്ടോ, മറന്നു. ഇനിയാണ് അതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് വരുന്നത്. ഇതിൽ കൂടുതലും സ്പെറിക്കൽ ഷെല്ലാണ് കണ്ടിട്ടുള്ളത്. എല്ലാം വരും, ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് കണ്ടിട്ടുള്ളത് സ്പെറിക്കൽ ഷെല്ലാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഫിഗർ വരയ്ക്കുക എല്ലാത്തിൻ്റെയും. ഇതിൽ വരുന്നത് ഈക്വൽ ടു λ/2πr/ε0. ഇവിടെ ഈക്വൽ ടു സിഗ്മ ഡിവൈഡ് ബൈ 2ε0. ഇവിടെ ഈക്വൽ ടു, ഇത് ഔട്ട്സൈഡ് ദി ഷെല്ല് വരുന്നത് ഈക്വൽ ടു സിഗ്മ r² ഡിവൈഡ് ബൈ ε0 ചെറിയ r². പിന്നെ ഓൺ ദി സർഫേസ് പറയുന്നത് ഈക്വൽ ടു സിഗ്മ ε0 ഇൻസൈഡ് ഈക്വൽ ടു 0. അപ്പോൾ പ്ലെയിൻ ഷീറ്റ് പഠിക്കണം, ഇൻഫിനിറ്റ്ലി ലോങ് ചാർജിൽ വയർ പഠിക്കണം, സ്പെറിക്കൽ ഷെല്ല് പഠിക്കണം, ഫീൽഡ് ഔട്ട്സൈഡ് പഠിക്കണം, ഇൻസൈഡ് പഠിക്കണം, ഫീൽഡ് ഓൺ ദി സർഫേസ് പഠിക്കണം. അപ്പോൾ ഈ ചാപ്റ്റർ ഭയങ്കര എളുപ്പമല്ലേ? ഒന്നുമില്ല, ഷോർട്ടാക്കി പഠിച്ചാൽ മതി. പരിമിതി കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ. ആഫ്റ്റർ +2 സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ്സാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായ സഫറിങ്സ് ഉണ്ട്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എല്ലാവരും. ഞാൻ മാക്സിമം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും.